عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയരെ, മൂന്നാമത് എഡിഷൻ ഫറാസ്തോ 2K25 പ്രൗഢഗംഭീരമായ വേദിയിലാണല്ലോ നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ഈ അവസരത്തിൽ രാഷ്ട്രീയ ഇസ്ലാമും മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പസമയം സംവദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാഥൻ തുണക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയരെ, രാഷ്ട്രീയ ഇസ്ലാമും മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനവും, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പലർക്കും സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടായേക്കാം. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇവയെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായ നീതി, സമത്വം, കാരുണ്യം, സത്യസന്ധത എന്നിവ സാമൂഹികവും രാഷ്ട്രീയവുമായ മണ്ഡലങ്ങളിൽ പ്രായോഗികമാക്കുക എന്നതാണ്. മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനം എന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിൻ്റെ ശബ്ദവും ആവശ്യങ്ങളും ആശങ്കകളും ഭരണതലത്തിൽ പ്രതിഫലിപ്പിക്കാൻ അവസരമുണ്ടാക്കുക എന്നതുമാണ്. ഇത് കേവലം അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമല്ല, മറിച്ച് സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമാണ്. ഇസ്ലാം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു മതമല്ല. അത് മനുഷ്യൻ്റെ വ്യക്തി, കുടുംബ, സാമൂഹിക, രാഷ്ട്രീയ ജീവിതങ്ങൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്ന സമഗ്രമായ ഒരു ജീവിത വ്യവസ്ഥയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഭൂമിയിൽ എൻ്റെ പ്രതിനിധിയെ നിയോഗിക്കാൻ പോകുകയാണ്. ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് ഭൂമിയിൽ നീതി സ്ഥാപിക്കാനും സമാധാനം ഉറപ്പുവരുത്താനും മനുഷ്യന് ദൈവികമായ ഒരു ഉത്തരവാദിത്വം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ കടമയാണ്. ഇത് വ്യക്തി ജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താനും നീതിക്ക് വേണ്ടി നിലകൊള്ളാനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ സ്ഥാപിച്ച രാഷ്ട്രം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. മദീനയിലെ ഉടമ്പടിയിലൂടെ ജൂതന്മാരും മുസ്ലിങ്ങളും മറ്റു ഗോത്രങ്ങളും അടങ്ങുന്ന ഒരു ബഹുസ്വര സമൂഹത്തിന് നീതിയും സമാധാനവും ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രൂപം നൽകി. ഇനി എന്താണ് മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനത്തിൻ്റെ ലക്ഷ്യം? അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സാർവത്രിക മൂല്യങ്ങൾ സമൂഹത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലയിൽ നീതിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരാകുക. അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരാണെങ്കിൽ പോലും. ഈ നീതിബോധമാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ശിലയാക്കേണ്ടത്. ഒരു പ്രതിനിധി നിയമനിർമ്മാണ സഭയിലെത്തുമ്പോൾ അയാൾ ശബ്ദമുയർത്തേണ്ടത് സ്വന്തം സമുദായത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ഓരോ ജനതയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പ്രവാചകന്റെ ദൗത്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല എന്നാണ്. ഈ കാരുണ്യം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ സാഹചര്യത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇവിടെ മുസ്ലിം സമുദായം ജനാധിപത്യ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ്. സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പുരോഗതിക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ സംരക്ഷണത്തിനും രാഷ്ട്രീയമായ പങ്കാളിത്തം അനിവാര്യമാണ്. ഈ പങ്കാളിത്തം വിഭാഗീയതയുടെയോ വർഗീയതയുടെയോ രൂപത്തിലാകരുത്, മറിച്ച് സംവാദങ്ങളിലൂടെയും സഹകരണങ്ങളിലൂടെയും മറ്റു സമുദായങ്ങൾക്കൊപ്പം ചേർന്നു നിന്ന് നാടിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദനായവനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനെന്ന്.
നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഈ ഹദീസിന്റെ വെളിച്ചത്തിലായിരിക്കണം. സമുദായത്തിന്റെ പേരിൽ നടക്കുന്ന ധ്രുവീകരണ ശ്രമങ്ങളെ തിരിച്ചറിയാനും സ്നേഹത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നമുക്ക് കഴിയണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.